ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഓശാന ഞായറാഴ്ച നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഒരിക്കലും പള്ളിയിൽ പോകാത്തവരടക്കം പള്ളിയിൽ പോകുന്ന ഒരു ദിവസമാണ് അല്ലേ? പള്ളി സാധാരണ കത്തോലിക്കർ 2 ദിവസം നിർബന്ധമായും പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞു. ഒന്ന് ഓശാന ഞായറാഴ്ച, അന്ന് ഓല കിട്ടും എന്നുള്ളത് കൊണ്ടും ആ ഓല കൊണ്ട് അപ്പം പുഴുങ്ങി തിന്നാം എന്നുള്ളത്. രണ്ടാമത് ദുഃഖ വെള്ളിയാഴ്ചയാണ്. ഏതായാലും കർത്താവ് മരിച്ചല്ലോ, അതിൻ്റെ ഒരു സഹതാപം അറിയിക്കുവാൻ വേണ്ടി നമ്മൾ പള്ളിയിൽ. അത് 2 ദിവസങ്ങൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ വൈകാരിക തലത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നരിപ്പാറയച്ചൻ പണ്ട് പള്ളിയിലായിരുന്നപ്പോൾ കൊച്ചച്ചന്മാരെ ഓശാന ഞായറാഴ്ച പരിചയപ്പെടുത്തുമായിരുന്നു. നമുക്കൊരു പുതിയ കൊച്ചച്ചൻ വന്നിട്ടൊരു കൊല്ലം ആയിട്ടുണ്ടാവും. പക്ഷേ അച്ഛൻ പറയും, ഇത് പുതിയ ആൾ വന്നിട്ടുണ്ട്, ഇതുവരെയും കാണാത്തവരൊക്കെ കണ്ടോളാൻ പറയുന്നു. കാരണം കഴിഞ്ഞ ഓശാനയ്ക്ക് വന്നിട്ട് അവൻ പിന്നെ ഒരിക്കലും പള്ളിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നതുപോലെ നിങ്ങളങ്ങനെയല്ല, കത്തീഡ്രൽ ഇടവക്കാർ വളരെ ആധ്യാത്മികതയുള്ളവരും വളരെ തീഷ്ണമതികളുമാണ്. നിങ്ങളെല്ലാവരും പള്ളിയിൽ വരുന്നവരാണ് എന്നുള്ളത് സന്തോഷകരം. സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ വന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ ഇരിക്കാൻ ഇടയുണ്ടായില്ലല്ലോ. സിസ്റ്റേഴ്സ് വളരെ പരിത്യാഗപൂർവ്വം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇട കിട്ടിയത്. അതുപോലെ നമ്മുടെ ഷമ്മാശന്മാരും. നിങ്ങളേത് വർഷക്കാരാണ്? 3-ാം വർഷം? യെസ്. ബാക്കിയുള്ളവരെല്ലാം ഡോക്ടർ നേരത്തെ പറഞ്ഞു വീട്ടിൽ വിട്ടു. നിങ്ങൾക്കെല്ലാവർക്കും ഇടയുണ്ടാക്കാൻ വേണ്ടി ഈ സന്തോഷകരമായ ദിവസത്തിൽ, ഈ കുരുത്തോല പെരുന്നാളിൽ എന്താണ് ഇതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈശോ ജെറുസലേമിലേക്ക് രാജാവിനെ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരേ ഒരു രാജാവേ, സോളമൻ രാജാവ്. സോളമൻ തൻ്റെ കിരീടധാരണത്തിന് വേണ്ടി ജെറുസലേമിലേക്ക് എഴുന്നള്ളിയത് കഴുതയുടെ പുറത്താണ്. ഇവിടെ ഈശോയും കിരീടം ധരിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാനുള്ള പോക്കാണ്. ആ പോക്ക് ഈശോ സോളമനെ പോലെ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്തു. സാധാരണഗതിയിൽ ഈശോയ്ക്ക് ഇങ്ങനെ ആഘോഷങ്ങളോടൊന്നും ഒരു താല്പര്യമുള്ളതല്ല. ആരെങ്കിലും തന്നെ പുകഴ്ത്താൻ വന്നാൽ ഈശോ അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു പോകും. ആരുടെയും സ്തുതിയും പുകഴ്ചയും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അത്ഭുതകരമായി പലരെയും സുഖപ്പെടുത്തിയപ്പോഴും ഈശോയ്ക്ക് അവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ: ഇത് ആരോടും മിണ്ടിയേക്കരുത്, പോയി വീട്ടിലിരുന്നോളാൻ പറയും. അങ്ങനെ എല്ലാ സ്തുതികളിൽ നിന്നും പുകഴ്ചകളിൽ നിന്നും വ്യർത്ഥവാക്കുകളിൽ നിന്നും അകലം പാലിച്ച കർത്താവ് ഈശോ മിശിഹ ഓശാന ഞായറാഴ്ച മനഃപൂർവ്വം തനിക്ക് വേണ്ടി തന്നെ ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുക. അത് ഈശോ തന്നെ ഓർഗനൈസ് ചെയ്തത്. ശിഷ്യന്മാർക്കൊരു പിടിയില്ല. ഇതെന്നെ ഈശോ പറയുന്നു, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകുക, അവിടെ ഒരു കഴുതയെ കെട്ടിയേക്കുന്നതാണ്, അതിൻ്റെ കുട്ടിയും കാണും, ആ കുട്ടിയെയും കൂടെ അഴിച്ചു, അല്ലെ അത് തന്നെ നിന്ന് കാറി വെള്ളം വെക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെയും കൂടെ അഴിച്ചുകൊണ്ട് പോരൂ. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി, അവർ വിട്ടുതരുമെന്ന്. ശിഷ്യന്മാർ പോയി പറഞ്ഞതുപോലെ എല്ലാം സംഭവിച്ചു. അവരും അമ്പരന്ന്, ഇതെങ്ങനെ സംഭവിക്കുന്നു, ഈശോയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ഓശാനയുടെ ഒന്നാമത്തെ സന്ദേശം, പ്രിയപ്പെട്ടവരെ, അതാ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴിത്താരകളും ദൈവം കൃത്യമറിയുന്നു. അവിടുത്തെ പദ്ധതികൾക്കനുസൃതമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുക. ഓശാന ഞായറാഴ്ചയുടെ വായനകളിൽ നാം കേട്ടു, അങ്ങനെ കർത്താവ് അരുളി ചെയ്തത് നിവർത്തിയാകും എന്ന്. യെശയ്യാ പ്രവാചകനിലൂടെ, സക്കറിയാസിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്ത പ്രവചനങ്ങളൊക്കെയും ഈ ഓശാനയിൽ നിറവേറി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും കുറിച്ചും ദൈവത്തിന് ഓരോ പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനം നിറവേറും. നമ്മൾ വിചാരിക്കും നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയില്ല. എല്ലാവരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ കുറേ പദ്ധതി ഉണ്ടാക്കി അത് നിറവേറ്റാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ച് പൊളിഞ്ഞ് പാളീസായി പോകുന്ന മനുഷ്യരുണ്ട് അല്ലേ?
ജർമ്മനി പോയാലേ രക്ഷയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ജർമ്മൻ പഠിക്കാൻ ശ്രമിക്കുന്ന പെൺകൊച്ചുങ്ങളുണ്ട്, നേഴ്സുമാർ. പക്ഷേ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിൽ ജർമ്മനി അല്ലായിരിക്കും, ചിലപ്പോൾ അയർലൻഡായിരിക്കും. നീ ചുമ്മാ ഇരുന്ന് ജർമ്മൻ പഠിച്ചാൽ തോറ്റു പോകുള്ളൂ, അല്ലേ? ദൈവത്തിൻ്റെ പദ്ധതി എന്തോ അതാണ് നടപ്പിലാകുന്നത്. ഈ ഓശാന ഞായറാഴ്ച നാം പലവട്ടം വചനത്തിൽ ആവർത്തിച്ച് കേട്ട സത്യമാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം നിറവേറിയ നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈശോ പറയുന്നത് പോലെ ചെയ്താൽ മതി. ശിഷ്യന്മാര് ഈശോ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചപ്പോൾ എല്ലാം കൃപയുടെ അനുഭവമായി മാറി. ദൈവീക പദ്ധതി അനുസരിച്ച് എല്ലാം സംഭവിക്കുമെന്ന് നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ആരായിത്തീരും, എപ്പോഴാണ് നിങ്ങളുടെ കല്യാണം നടക്കുക, എപ്പോഴാണ് നിങ്ങളുടെ പഠനം വിജയത്തിലെത്തുക, എപ്പോഴാണ് നിങ്ങൾ വിദേശത്ത് പോവുക, എപ്പോഴാണ് നിങ്ങൾക്ക് സന്താനങ്ങൾ ജനിക്കുക, എല്ലാം ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആ പദ്ധതിക്ക് കീഴ്വഴങ്ങുക എന്നുള്ളതാണ് ഈ ഓശാന ഞായറാഴ്ചയുടെ ആദ്യത്തെ സന്ദേശം. നമ്മുടെയും ജീവിതത്തിൽ ദൈവം ഓരോ വഴിയരികിലും ഓരോ കഴുതക്കുട്ടിയെയും കഴുതയെയും ഒക്കെ കെട്ടിയിട്ടുണ്ട്. നിശ്ചിത സമയത്ത് അവയൊക്കെ ദൈവം നമുക്ക് സംലഭ്യമാക്കും. കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കഴുതയെ വിട്ടു തരും. അത് ബൈബിൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മേജർ സെമിനാറിൽ ഒരു കൊച്ചൻ എന്നോട് ചോദിച്ചു, ഒരു ദൈവശാസ്ത്ര പഠിതാവായ വിദ്യാർത്ഥി ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ കഴുതയെ ആരെങ്കിലും നമ്മുടെ പശുവിനെ അഴിക്കാൻ വന്നാൽ അഴിച്ചുകൊണ്ട് പോകും, എന്നാടാ പശുവിനെ അഴിക്കുന്നതെന്ന് ചോദിച്ചു. അത് കർത്താവിന് അതിനെ ആവശ്യമാണ്, കർത്താവിന് ഞാൻ കൊടുത്തോളാം, നീ പശുവിനെ അവിടെ വെച്ചേച്ച് പോടാമെന്നേ നമ്മൾ പറയുള്ളൂ, അല്ലേ? പക്ഷേ ജെറുസലേമിൽ അത് അനുവദനീയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ പെസഹ തിരുനാളിനോടനുബന്ധിച്ച് ദേവാലയത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കഴുതകളെയും കുതിരകളെയും ഒക്കെ ആവശ്യമുണ്ട്. അവിടുത്തെ പല കാര്യങ്ങളും നീക്കം ചെയ്യാനും അങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവരാനും ഒക്കെ പെസഹ തിരുനാളിൽ വലിയ തിരക്കാണ്. അതുകൊണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ നിന്നെല്ലാം ഇവരെയും മൃഗങ്ങളെ അഴിച്ചുകൊണ്ട് വരും. അത് കൃത്യമായി പെസഹ തിരുനാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇങ്ങനെ മൃഗങ്ങളെ അഴിക്കുന്ന പതിവ് അവിടെ ഉള്ളതുകൊണ്ടാണ് അവർ ഈ കഴുതയെ അഴിക്കാൻ സമ്മതിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെല്ലാം ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളവരാണ്. ഈ കഴുതയെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ കർത്താവിന് അതിനെ ആവശ്യമുണ്ട്. ആ വചനം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ മരിച്ചുപോയ ഒരു മകൻ്റെ മരണത്തെ ഒരമ്മ സ്വാംശീകരിച്ചത് ഇങ്ങനെ, കർത്താവിന് അവനെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈശോ അവനെ എടുത്തുകൊണ്ട് പോയി. ഒരമ്മയ്ക്ക് ആ വചനം പറയുമ്പോൾ അവളുടെ ദുഃഖം നീങ്ങിപ്പോവുകയാണ്. ഒരച്ഛന് പട്ടം കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ആദ്യത്തെ കുർബാനയിലെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. കർത്താവ് എന്തുകൊണ്ട് എന്നെ വിളിച്ചു? കർത്താവിന് ഈ കഴുതയെ ആവശ്യമുള്ളത് കൊണ്ട് അവിടുന്ന് വിളിച്ചു. എനിക്ക് തോന്നി ആ വചനം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ദൈവം നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായി ദൈവം നമ്മളെ പല സ്ഥലങ്ങളിലേക്കും മാറ്റുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതാവശ്യമുള്ള കാര്യം. ദൈവീക പദ്ധതിയിൽ എല്ലാം അർത്ഥമുള്ളതാണ്, കൃപയുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ പഠിക്കുക എന്നത് പരമപ്രധാനമായ സത്യം. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ വരവിനെ വിശദീകരിക്കുമ്പോൾ സുവിശേഷകൻ പറയുന്നുണ്ട്, ഈശോ ഒലിവുമലയുടെ അടുത്ത് ബഥാനിയ ഗ്രാമങ്ങളിൽ ചെന്ന് നിന്നു. അതിനുശേഷമാണ് ഈശോ ഇങ്ങനെ ഒരു റൂട്ട് അറേഞ്ച് ചെയ്യും. നിങ്ങൾ എസെക്കിയേലിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ എങ്കിൽ അതിന് വലിയ അർത്ഥമുണ്ട്. അങ്ങോട്ട് വരുമ്പോൾ ഇന്ന സ്ഥലത്തെത്തി, അല്ലേ? തലശ്ശേരിയിലേക്ക് ഇരിട്ടിന്ന് വരുമ്പം എരഞ്ഞോളിയിലെത്തി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അവിടെ എരഞ്ഞോളി കഴിഞ്ഞ് ഇങ്ങോട്ട് വരത്തുള്ളൂ, അത്രേ അർത്ഥമുള്ളൂ. അതേസമയം ഇവിടെ അങ്ങനെ വെറുതെ ബൈബിളിലൊന്നും പറയാം, ഒരു സ്ഥലപ്പേര് പറയുന്നെങ്കിൽ അതിന് അർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എസെക്കിയേലിൻ്റെ പ്രവചന ഗ്രന്ഥം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്.
കർത്താവിൻ്റെ മഹത്വം ജെറുസലേമിലെ മനുഷ്യരുടെ പാപം നിമിത്തം കൃപാസനം വിട്ട് എഴുന്നേറ്റു. ദേവാലയത്തിൻ്റെ കിഴക്കേ കവാടം കടന്ന് അത് പോയി, പുറത്തേക്ക് പോയി. ഈ ജനത്തിൻ്റെ പാപം നിമിത്തം ഞാൻ ഇനി ഇവരോട് വസിക്കുകയില്ല എന്ന് പറഞ്ഞ് ദൈവം ഇറങ്ങിപ്പോയി. ഇല്ലേ, ചില ചേട്ടത്തിമാരൊക്കെ മരുമകളോട് പിണങ്ങി ഇറങ്ങിപ്പോകുന്നത് പോലെ ദൈവം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമുക്ക് അത്ഭുതം തോന്നും, ദൈവം പിണങ്ങി ഇറങ്ങിപ്പോകും. ഞാനിനി ഇങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞ് ദൈവം പോയി. ആ പോകുന്നത് കിഴക്കേ കവാടം കടന്ന് ഒലിവുമലയും കടന്ന് ബഥാനിയ ബേത്ഭഗ കഴിഞ്ഞു പോയി എന്നാണ് എസെക്കിയേൽ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ അതാ ഒലിവുമലയുടെ താഴ്വരയിൽ മഹത്വപൂർണനായി കർത്താവ് ജെറുസലത്തേക്ക് വരുന്നു. ദേവാലയം ശുദ്ധീകരിച്ച് ദേവാലയത്തിൽ പ്രവേശിക്കും. വെറുതെ ഭംഗിവാക്കല്ല സുവിശേഷകൻ പറയുന്നത്, ജൈവിക മഹത്വം ജെറുസലേം ദേവാലയത്തിലേക്ക് തിരികെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, യോശാനയുടെ രണ്ടാമത്തെ സന്ദേശം അതാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരികെ തരാൻ വേണ്ടിയാണ് ഈശോ മഹിമപ്രതാപങ്ങളോട് ജെറുസലേത്തേക്ക് എഴുന്നള്ളുന്നത് എന്ന് തിരിച്ചറിയും. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ചിലപ്പോൾ പാപം നിമിത്തമാകാം, നമ്മുടെ ആലോചനക്കുറവ് മൂലമാകാം, നമ്മുടെ സംസാരത്തിൻ്റെ പാളിച്ചകൾ മൂലമാകാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അർഹതപ്പെട്ട മഹത്വവും നന്മയും ഒക്കെ നഷ്ടപ്പെട്ട സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ അവയിലേക്ക് ദൈവമായ കർത്താവ് തിരികെ വരിക. നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം ഇന്ന് ഇതാ തിരികെ വന്നിരിക്കും. എന്തിനാ അവിടുന്ന് തിരികെ വരുന്നത് എന്ന് ചോദിച്ചാൽ, നിന്റെ നഷ്ടപ്രതാപങ്ങളെല്ലാം നിനക്ക് തിരിച്ചു തരാൻ വേണ്ടി, നിന്റെ മഹിമ നിനക്ക് വീണ്ടെടുത്ത് തരാൻ വേണ്ടി നിന്റെ ദൈവമായ കർത്താവ് ജെറുസലേത്തേക്ക് രാജകീയമായി പ്രവേശിക്കുന്നു എന്ന പരമമായ സത്യത്തെ മനസ്സിൽ ധ്യാനിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സങ്കടങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പലതും നമുക്ക് കൈമോശം വന്നു, നഷ്ടപ്പെട്ടു പോയി എന്ന് വിലപിക്കുന്ന, അന്ന് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കഷ്ടകാലം വരികയില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചിന്തിക്കുന്ന പല മേഖലകളുണ്ട്. നഷ്ടപ്രതാപങ്ങളിലേക്ക് നിന്റെ ദൈവം നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഓശാന ഞായറാഴ്ച ദൈവം നമ്മളോട് പറഞ്ഞു തരിക. അതുകൊണ്ട് തമ്പുരാൻ്റെ ഈ ഒരു വലിയ തിരുനാൾ അന്ന് സർവ്വജനങ്ങളും വിളിച്ചു പറയുന്ന എന്താണ്? ഹോസാന, ഹോഷിയാന എന്ന് പറഞ്ഞ ഹിബ്രു ഭാഷയിൽ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ വാക്കാണെങ്കിലും അതിന് വലിയ അർത്ഥമുണ്ട്. എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കണമേ എന്ന്. ശരിക്കും നമുക്കെല്ലാവർക്കും ദൈവത്തിന് മുമ്പിൽ നിരന്തരം വിളിച്ചപേക്ഷിക്കാനുള്ളത് ഇതേ സത്യം തന്നെ. ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കണമേ എന്ന്. നിരന്തരമായി ദൈവസന്നിധിയിൽ നാം ഉയർത്തുന്ന പ്രാർത്ഥനയ്ക്കുള്ള സ്വർഗത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയുടെ ഈ എഴുന്നള്ളത്ത് എന്ന സത്യം മനസ്സിലാക്കും. ഈ എഴുന്നള്ളത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ കുറേയൊക്കെ എളിമപ്പെടണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ തടസ്സം എന്താണ്? ഈശോ വന്നതുപോലെ കഴുതപ്പുറത്തൊന്നും കയറി വരാൻ നമ്മൾ തയ്യാർ. നമ്മൾ മിനിമം ഒരു കുതിരയോ പറ്റുമെങ്കിൽ ഒരു ബെൻസേലോ BMW ഒക്കെ നമുക്ക് വരാൻ താല്പര്യമുള്ളൂ. പക്ഷേ ഈശോ പറയുന്നത്, ഈശോ എഴുന്നള്ളുന്നത് കഴുതപ്പുറത്താണ്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നമ്മളോട് ദൈവം എളിമപ്പെടാൻ ആവശ്യപ്പെടുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അത് കുടുംബജീവിതത്തിൽ കാണും. ദൈവം നമ്മളോട് എളിമപ്പെടാൻ, ജീവിത പങ്കാളിയെ വിജയിക്കാൻ, ജീവിത പങ്കാളിയുടെ ദേഷ്യവും അരിശത്തിൻ്റെയും മുമ്പിൽ അതുപോലെ പ്രതികരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്കും പ്രലോഭനം ഉണ്ടാകും. വേണ്ട, ആ ദേഷ്യമൊക്കെ അങ്ങ് വിജയിക്കട്ടെ, തൽക്കാലം ഞാൻ മിണ്ടുന്നില്ല, ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ അതൊരു വലിയ എളിമപ്പെടല. ജീവിതത്തിൽ ദൈവം നമ്മളെ ഇങ്ങനെ ചില കഴുതപ്പുറങ്ങളിൽ ഇരുത്തും എന്നുള്ള സത്യം മനസ്സിലാകും. കഴുതപ്പുറങ്ങളിൽ ഇരിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ മഹിമപ്രതാപങ്ങളുടെ
ഈ ദൈവീക അർത്ഥം മനസ്സിലാവുകയുള്ളൂ എന്ന സത്യം ഹൃദയത്തിൽ സ്വീകരിക്കാം. നിങ്ങൾക്കുള്ള എല്ലാവരെയും ഓശാന ഞായറാഴ്ചയുടെ മഹത്വം നൽകി ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ